നമസ്കാരം. ഇത് എന്റെ പാനസോണിക് അൾട്ടിമേറ്റ് വെറ്റ് ഗ്രൈൻഡർ, ഫുള്ളി ഓട്ടോമാറ്റിക്. കൂടാതെ 21 അടിപൊളി ഗുണമേന്മകളും. പാനസോണിക് വെറ്റ് ഗ്രൈൻഡർ മാർക്കറ്റിലുള്ള മറ്റ് വെറ്റ് ഗ്രൈൻഡേഴ്സ് പോലെയല്ല. ഇതിന് സേഫ്റ്റി ലോക്ക് സിസ്റ്റം ഉണ്ട്. ഗ്രൈൻഡറിന്റെ മൂടി അടയ്ക്കാതെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല, എനിക്ക് വേണ്ട എല്ലാ ചേർവകളും കൂട്ടി അരയ്ക്കാൻ പാകത്തിലരിക്കുന്ന പ്രവർത്തനക്ഷമവുമാണ്. ഈ പാനസോണിക് വെറ്റ് ഗ്രൈൻഡർ ഇഡ്ലി, ദോശ, വട എന്നിവയ്ക്ക് മാവ് എളുപ്പം അരച്ചു തരും. പിന്നെ പറയണ്ട, എന്റെ ഫേവറേറ്റ് ആയ മീൻകറി മസാലയും ഒരോട്ടിയുടെ മാവിനുമെല്ലാം ഇത് ബെസ്റ്റ് ആണ്. ഇത് വളരെ നന്നായിട്ട് അരയ്ക്കും കേട്ടോ. ഇപ്പൊ എനിക്ക് എന്റെ മൊത്ത കുടുംബത്തിന് ആവശ്യമുള്ള വലിയ അളവിലുള്ള മസാലകൾ പോലും വളരെ ചുരുങ്ങിയ സമയത്തിൽ അരയ്ക്കാൻ സാധിക്കും. പാനസോണിക് വെറ്റ് ഗ്രൈൻഡർ മറ്റ് പല ഗ്രൈൻഡറിൽ നിന്നും വ്യത്യസ്തമായതുകൊണ്ട് ഏറ്റവും നല്ല ഫലങ്ങൾ ലഭിക്കാൻ ശ്രദ്ധാപൂർവം നിർദ്ദേശങ്ങൾ പരിപാലിക്കുക. ആദ്യം എല്ലാ ചേർവകളും തയ്യാറാക്കി വെച്ചിട്ട് ഇതുപോലെ ചെയ്യുക. പാനസോണിക്കിന്റെ സേഫ്റ്റി ലോക്ക് സിസ്റ്റം കാരണം എല്ലാ ചേർവകളും കൂട്ടുന്നതിന് മുമ്പ് തന്നെ വെള്ളം ചേർക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സാധാരണ വലിപ്പമുള്ള തേങ്ങ മുഴുവനും ചിരണ്ടിയത്, മീഡിയം വലിപ്പത്തിലുള്ള 2 സവാള ചെറുതായി നുറുക്കിയത്, 5 mm വലിപ്പത്തിലുള്ള നുറുക്കിയ 20 വറ്റൽമുളക്, 50 ഗ്രാം മല്ലി, 10 വെളുത്തുള്ളി അല്ലികൾ 5 mm വലിപ്പത്തിൽ നുറുക്കിയത്, ജീരകം 3 ടേബിൾ സ്പൂൺ, 25 ഗ്രാം ഇഞ്ചി 5 mm വലിപ്പത്തിൽ നുറുക്കിയത്, മഞ്ഞൾ 1 ടേബിൾ സ്പൂൺ, ഉലുവ 1 ടേബിൾ സ്പൂൺ, കുരുമുളക് 15-20 മണികൾ, 25 ഗ്രാം വാലൻപുളി, ഉപ്പ് പാകത്തിന്. മൂടി അടച്ച് വെറ്റ് ഗ്രൈൻഡർ സ്വിച്ച് ഓൺ ചെയ്യുക. എല്ലാ ചേർവകളും ഡ്രം യൂണിറ്റിലേക്ക് പകരുമ്പോൾ 2 കല്ലുകൾക്കും ഇടയിലേക്ക് ചേർവകൾ സമാനമായി വിതറി വിരയ്ക്കുന്നത് ഉറപ്പുവരുത്തുക. പാനസോണിക് വെറ്റ് ഗ്രൈൻഡർ ഫുള്ളി ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് അരയ്ക്കുന്നത് നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. സോ ഫിൽ ഇറ്റ്, സെറ്റ് ഇറ്റ് ആൻഡ് റിലാക്സ്. ഫിഷ് മസാല 25 നിന്നും 30 മിനിറ്റിനുള്ളിൽ റെഡി. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ മസാല പേസ്റ്റ് മയ്യപ്പെടുത്തുവാൻ അരയ്ക്കുന്ന സമയം കൂട്ടുകയോ കുറയ്ക്കുകയോ ആവാം. എന്റെ അടുത്ത റെസിപ്പി ഒരോട്ടി മാവ് അരയ്ക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. 10 ഒരോട്ടികൾ ഉണ്ടാക്കുവാനുള്ള ചേർവകൾ ഇതൊക്കെയാണ്. വെള്ളമൊഴിച്ച് കേരള പുഴുങ്ങലരി കഴുകുക. 2-3 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ അരി വൃത്തിയായി കഴുകിയെടുക്കുക. 8 മണിക്കൂറെങ്കിലും അരി കുതിർത്ത് വെക്കണം. അതിനുശേഷം വാർക്കുമ്പോൾ 100 ml വെള്ളം മാറ്റിവെക്കുക. ചിരണ്ടിയ തേങ്ങ വേണ്ട അളവിൽ എടുത്തു വെക്കുക. ഫിഷ് മസാലയ്ക്ക് ചെയ്തതുപോലെ ആദ്യം തന്നെ കല്ലിലേക്ക് മാറ്റിവെച്ചിരുന്ന 100 ml വെള്ളം ഈ ചേർവകൾ കൂട്ടുന്നതിന് മുമ്പ് തന്നെ ഒഴിക്കുക. കേരള പുഴുങ്ങലരി 500 ഗ്രാം. 2 കല്ലുകൾക്കും ഇടയിലേക്ക് ചേർവകൾ സമാനമായി വിതറി വിരിക്കുക. തേങ്ങ ചിരണ്ടിയത് 1/2 കപ്പ്. ഉപ്പ് ആവശ്യത്തിന്. മൂടി അടച്ച് വെറ്റ് ഗ്രൈൻഡർ സ്വിച്ച് ഓൺ ചെയ്യുക. ഒരോട്ടി മാവ് 25 നിന്നും 30 മിനിറ്റിനുള്ളിൽ റെഡി. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ മാവ് മയ്യപ്പെടുത്തുവാൻ അരയ്ക്കുന്ന സമയം കൂട്ടുകയോ കുറയ്ക്കുകയോ ആവാം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, പാനസോണിക് അൾട്ടിമേറ്റ് വെറ്റ് ഗ്രൈൻഡർ അരിയും പരിപ്പും മാത്രമല്ല, ഫിഷ് മസാലയും ഒരോട്ടി മാവും പോലുള്ള മറ്റ് വിഭവങ്ങൾക്ക് അരയ്ക്കുവാൻ ഉപകരിക്കുമെന്ന്. ഈ കാണിച്ചതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമല്ലോ. നിങ്ങളും നിങ്ങളുടെ പാനസോണിക് വെറ്റ് ഗ്രൈൻഡർ ഉപയോഗിക്കൂ. അടിപൊളിയായി. മറ്റെന്തെങ്കിലും റെസിപ്പിക്കുള്ള മസാലകൾ അരയ്ക്കുവാൻ പാനസോണിക് അൾട്ടിമേറ്റ് വെറ്റ് ഗ്രൈൻഡർ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഞങ്ങളുമായി ഷെയർ ചെയ്യൂ. www.21timesbetter.com. ഹാപ്പി ഗ്രൈൻഡിംഗ്, ഹാപ്പി കുക്കിംഗ് എല്ലാവർക്കും. Panasonic.